നമസ്കാരം. യുഎസ് മാർക്കറ്റുകളെല്ലാം കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.86%, S&P 500 0.3%, നാസ്ഡാക്ക് 0.17% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത വീണ്ടും കൽപ്പിക്കപ്പെടുന്നുണ്ട്. യുഎസ് പേറോൾ ഡേറ്റ വന്നത് ഏതാണ്ട് 2.5 വർഷത്തെ ഏറ്റവും ലോയിലാണ്. അമേരിക്കയിൽ ഇപ്പോഴും ജോബ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് വേണം ഈ ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ. സേവന മേഖലയിലെ തൊഴിൽ സാധ്യതകളും ലഭ്യതയും വളരെയധികം കുറഞ്ഞതായിട്ടാണ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ആൾക്കാർക്ക് പണം കിട്ടാത്തതിനാൽ പണപ്പെരുപ്പം കുറയാമെന്നുള്ളൊരു വാദമുണ്ട്. ഇത് ശരിയാണ്. പക്ഷേ കൺസംഷൻ കുറയുന്നത് മൂലമുള്ള പണപ്പെരുപ്പമാണ് ഇങ്ങനെ കുറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ വീണ്ടും ഇത് റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അമേരിക്കയിലെ ഫെഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് ലേബർ മാർക്കറ്റാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്നതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അമേരിക്കൻ മാർക്കറ്റ് ഇന്നലെ അതുകൊണ്ട് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. മറ്റൊന്ന് നാസ്ഡാക്ക് ഇന്നലെ ചെറിയ പ്ലസിലാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ നല്ലൊരു സെല്ലിംഗ് പ്രഷർ കണ്ടിരുന്നു. മൈക്രോസോഫ്റ്റ് 2% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് AI ഒരു വീക്കർ ഡിമാൻഡാണ് പറയുന്നത്. ആൾക്കാർ പലപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇത്തരം പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ AI കൂടുതൽ ലഭ്യതയൊക്കെ ഇതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും നെഗറ്റീവിലാണ് കഴിഞ്ഞ ദിവസവും ക്ലോസ് ചെയ്തത്. ചില ഡേറ്റകളൊക്കെ വരുന്നത് പോസിറ്റീവ് ആണെങ്കിൽ പോലും മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ നിലവിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സർവീസ് PMI ഡേറ്റ വന്നത് വളരെയധികം പോസിറ്റീവായിട്ടാണ് ഇന്നലെ വന്നത്. FIC വീണ്ടും കണ്ടിന്യൂസ് സെല്ലിംഗ് തന്നെയായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ റുപ്പിയുടെ വാല്യൂ 90 മുകളിലേക്ക് വന്നു. അത് ഏറ്റവും ലോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി RBIയുടെ നാളെ മോണിറ്ററി പോളിസിയോട് 10 മണിയോടുകൂടിയാണ് വരുന്നത്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. മറ്റൊന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ വിസിറ്റ് ആണ്. പുടിൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇന്ത്യയിലെത്തും. കൂടുതൽ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ചർച്ചകൾ നടക്കുന്നത്. കാർഷിക സമുദ്രോൽപ്പന്ന ഉൽപ്പന്നങ്ങൾക്ക് അപ്പുറം റഷ്യൻ വിപണി തുറന്നു കിട്ടണം എന്നാണ് ഇന്ത്യയുടെ ഒരു ആവശ്യം. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ്. കൂടുതൽ വളം, ആയുധം, അത്തരം ഉൽപ്പന്നങ്ങൾ ഇപ്പൊ തന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിലൊക്കെ കൂടുതൽ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ സമാധാന ചർച്ചകൾ എങ്ങും എത്താതെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാര്യമായ പുരോഗതി ഇല്ല. 2 ദിവസം മുമ്പ് പുരോഗതി ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഇനി ജപ്പാൻ മാർക്കറ്റിൽ ജപ്പാൻ ബോണ്ടിന് ഏതാണ്ട് 30 ഇയർ ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. 3.4% വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നുണ്ട്. ജപ്പാൻ ക്യാരി ട്രേഡ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. ജപ്പാനിൽ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന കാരണം അവിടെ ഇൻഫ്ലേഷൻ കൂടുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ എമർജിംഗ് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് ജപ്പാനിലേക്ക് വരാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ സെബി ഒരു സിംഗിൾ വിൻഡോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് വരാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. മറ്റൊന്ന് പാർലമെന്റ് ഭരണവർഷം മറുപടി നൽകിയിരുന്നു. പ്രത്യേകിച്ച് FDI പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക്, അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ലിമിറ്റ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ കൂട്ടാനുള്ള സാധ്യത ഉടനെ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കിയിരുന്നു. ഇത് കൂടാതെ തന്നെ ബാങ്ക് നിഫ്റ്റി റീഷഫിൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെല്ലിംഗ് പ്രഷർ ഈ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായ HDFCയിലും ICICI ബാങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുപോലെ ഫ്ലിപ്കാർട്ടിന്റെ ഓർഡർ ഏതാണ്ട് 40% വർദ്ധിച്ചിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. അതായത് പോസ്റ്റ് ഫെസ്റ്റിവലിന് ശേഷം ഇങ്ങനെ ഇത്രയും ഓർഡറുകൾ വർദ്ധിക്കുന്നത് ആൾക്കാരുടെ കൺസംഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 1302 ഫ്ലൈറ്റുകളോളം റദ്ദ് ചെയ്തു എന്നുള്ള വാർത്തയുണ്ട്. ഇൻഡിഗോ ഫ്ലൈറ്റ്